വണ്ടി കഴുകാൻ പോയത്. വണ്ടി കഴുകി കഴിഞ്ഞപ്പോഴത്തേന് ഒരു ട്രിപ്പ് പോകണമെന്ന് തോന്നി. ആ റൂട്ട് നേരെ എടുത്ത് ട്രിപ്പ് വിട്ട്. അത് കഴുകുന്നത് ഏറ്റുമാനൂരൊരു വാഷിംഗ് സർവീസ് സെൻ്ററാണ്. അടിപൊളി സർവീസാണ്, നല്ല എമൗണ്ടുമാണ്. നല്ല രീതി ആ എമൗണ്ടിനുള്ള പണിയും അവർ ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ വിളഞ്ഞെങ്ങാനും വെള്ളച്ചാട്ടം അവിടെ എത്തി. ആ സ്പോട്ടിലെത്തി. അവിടെ എത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ചായയൊക്കെ കുടിച്ച്. നല്ല മഴയായിരുന്നു. മഴയെന്ന് വെച്ചാൽ അന്യായ മഴ. അതായത് നമുക്ക് ഫോൺ എടുത്ത് വീഡിയോ പോലും പിടിക്കാൻ പറ്റാത്ത നല്ല മഴയുണ്ടായിരുന്നു. അത് മഴയുടെ തുടക്ക സമയമായിരുന്നു. പിന്നെ ഒന്നും നോക്കിയൊന്നുമില്ല. കുറച്ച് നേരം വിളിച്ച് അത് കഴിഞ്ഞപ്പോൾ അടുത്ത വളഞ്ഞങ്ങനെ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് വളവെങ്കിലി ഉണ്ടായ അപകടമാണിത്. കയറി ചെല്ലുമ്പോഴത്തേന് കണ്ടതാണ്. ഇടിച്ച് ടാങ്ക് മിൽമയുടെ വണ്ടിയെങ്ങാണ്ട് ഇടിച്ച് കയറ്റിയിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നേരെ കുമളിയിലെത്തി. അതൊക്കെ കുറേ ഷോട്ടുകളുണ്ട്, ഒക്കെ ഡിലീറ്റ് ചെയ്ത് ഞങ്ങൾ കുമളിയിലെത്തി. കഴിഞ്ഞ് കഴിക്കാൻ ഇറങ്ങിയപ്പം ഹോട്ടലിൽ കയറി. ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കും. ഇന്ന് പിറ്റേ ദിവസം രാവിലെയായി. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് റൂമൊക്കെ എടുത്ത് ഇവിടെ നിന്ന് കുളിയെല്ലാം കഴിഞ്ഞു. ഡ്രസ്സൊക്കെ മുഴുവൻ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കുറച്ച് നേരം പിഴിഞ്ഞിട്ടു. അത് കഴിഞ്ഞപ്പം കുമളിയിൽ രാവിലത്തെ നല്ല കാഴ്ച കാണാൻ വേണ്ടി വിൻഡോ തുറന്നത്. അപ്പം വലിയ മാറ്റമൊന്നുമില്ല, നമ്മുടെ ഇവിടത്തേക്കെ പോലെ തന്നെ സാധാരണ. തണുപ്പൊന്നും വലുതായിട്ടില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ കെട്ടിടങ്ങളിലെയൊക്കെ മേൽഭാഗങ്ങൾ കണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കിയില്ല, മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി നേരെ വിട്ട്. നേരെ മുന്തിരിത്തോട്ടത്തിലെത്തി. പിന്നെ ആ തുഴിയൊക്കെ ചുമ്മാ നടന്ന്. ഇതാണ് മുന്തിരിത്തോട്ടത്തിലോട്ട് കയറിപ്പോകുന്ന ആ വഴി. ഈ വഴി നേരെ പോകണം. ഇവിടുന്ന് ഇങ്ങോട്ട് ഇത്തിരി ബോക്സൊക്കെ ഇട്ടേക്കുന്നതാണ്. ഇതൊക്കെ ബോക്സ് നമ്മളൊക്കെ റോഡിൽ കച്ചവടം ചെയ്യുന്നവർക്ക് വേണ്ടി ഇട്ടേക്കുന്നത്. പിന്നെ ലോഡ് പോകുന്നതും ഉണ്ട്. ഞങ്ങൾ തന്നെ കുറച്ച് മുമ്പ് ലോഡ് പോയായിരുന്നു. ആദ്യം വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല. കഴിഞ്ഞപ്പോഴത്തേന് ഇതിൻ്റെ അകത്ത് കയറി ഫോട്ടോയൊക്കെ എടുത്ത്. ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നും ഫോട്ടോ എടുപ്പൊന്നും അവിടെ നടക്കത്തില്ലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേന്. അതായത് അതിനകത്ത് ഓരോ ആളിരിക്കുന്നതും അവരെ ആൾക്കാരെ സെക്യൂരിറ്റികളാണ്. അപ്പോൾ അവർ പറിക്കാനൊന്നും സമ്മതിക്കില്ല. പിന്നെ നമ്മളെ ഇവിടെ ചെന്നാലും ഒരു സ്വഭാവമാണല്ലോ ഈ കൈ കൊണ്ടുള്ള കുരുത്തക്കേടുകൾ. അത് എടുക്കുക, ഇത് പറിക്കുക. അപ്പോൾ ആ പരിപാടി അവിടെ നടന്നില്ലായിരുന്നു. ഇത് അവിടെ നിന്ന് അകത്തേക്ക് ഇരുന്ന വഴി. ഇത് ഞങ്ങളൊരു ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ അകത്ത് കയറിയിട്ട് അവിടുത്തെ കുറേ ഫോട്ടോസൊക്കെ ഇരുന്ന്. അങ്ങനെ സൈഡിൽ ഇരിക്കുന്ന രണ്ടുപേരും അവിടെ നോക്കാനിരിക്കുന്നവരാണ്. ഞങ്ങൾ പിന്നെ അവിടെ ഈ സൈഡിൽ അക്കോട്ട് പോകാതെ ഈ സൈഡിൽ തന്നെ നിന്ന്. പിന്നെ മലയാളീസ് കുറേ ഉണ്ട്. മലയാളീസായിരുന്നു ഇച്ചിരി കൊണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ട് അവർ നല്ല ശ്രദ്ധ അവിടെ കാണിച്ചു, അവിടുത്തെ ജോലിക്കാർ. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന്. പിന്നെ അവിടെ ഇരിക്കാൻ പറ്റുന്നത് പിന്നെ വെച്ചാൽ ഞങ്ങൾ ചെന്ന ടൈമിൽ നല്ല വെയിലായി. 11 മണിയായിരുന്നു, നല്ല വെയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ തണൽ നോക്കിയൊക്കെ ഇരിക്കാൻ പരമാവധി നോക്കി. ഞങ്ങൾ മുന്തിരിയുടെ ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കി. പിന്നെ കുറേ വീഡിയോ ഒക്കെ എടുത്ത്. കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നതെന്ന് വെച്ചാൽ എന്തോ ഒരു എന്നാണ് ഫോണിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. ഈ വെട്ടൽ പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അത് കളയേണ്ടി വന്നു. പിന്നെ എന്നാ ചെയ്ത് ഞങ്ങളവിടെ നിന്ന് തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങനെ ഒരു സ്പോട്ടിൽ വന്ന്. അപ്പോൾ അവിടെ നേർച്ചിടുന്നത് നമ്മളങ്ങോട്ട് പോകുമ്പോഴും നമ്മളൊരു യാത്ര പോകുന്നതിനെങ്കിൽ നേർച്ചിട്ടിട്ടാണല്ലോ പോകുന്നത്. അതുപോലെ തിരിച്ച് വരുമ്പോഴും അതേപോലെ നമ്മൾ തിരിച്ച് വന്നിട്ട് ഇനി ആ സ്പോട്ടിൽ തന്നെ നേർച്ചിടും. അപ്പം ആ ഒരു ശീലം ചെറുപ്പം മുതലുള്ളതുകൊണ്ട് അത് മാത്രം കറക്റ്റായിട്ട് നടന്നു. അപ്പം എല്ലാവരും വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളിത് ഫസ്റ്റ് ടൈം തുടങ്ങിയതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയൊന്നുമില്ല. അപ്പം